വനിതാ ഡോക്ടർക്ക് പകരം ഒരു പുരുഷനാണ് അല്ലെങ്കിൽ ഒരു മെയിൽ ഡോക്ടറാണ് ഈ സ്ത്രീ ശരീരത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിലോ എന്തായിരിക്കും സമൂഹത്തിന്റെ പ്രതികരണം? ഇതിൽ എവിടെയാണ് നീതി, എവിടെയാണ് ഈക്വാലിറ്റി? പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വെവ്വേറെ നീതിയാണോ നമ്മുടെ സമൂഹത്തിൽ? 370 രൂപയുടെ ഒരു ബിരിയാണി സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ചത് എല്ലാവരും അറിഞ്ഞാണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ടായി, പ്രതികരണങ്ങളുണ്ടായി. ഇനി ഒരിക്കലും ജീവിതത്തിൽ ഒരു സ്ത്രീയെയും അപമാനിക്കാനോ ഒബ്ജക്ടിഫൈ ചെയ്യാനോ സ്ത്രീവിരുദ്ധ പരാമർശം നടത്താനോ ധൈര്യപ്പെടാൻ കഴിയാത്ത വിധം ഈ പ്രസ്താവന നടത്തിയ ഹിമാൻഷു ജാൻഗ്രയെ സോഷ്യൽ മീഡിയ ശിക്ഷിച്ചു. അതിന്റെ ഫലമായി ഗുരുഗ്രാം ആസ്ഥാനമായുള്ള സ്റ്റാർബിക് ഡിസൈൻ അവരുടെ വെബ് ഡെവലപ്പർ ഹിമാൻഷു ജാൻഗ്രയെ ജോലിയിൽ നിന്ന് പുറത്താക്കി. മാസീവ് ഓൺലൈൻ ബാക്ക്ലാഷ് കാരണം ഇതിനെല്ലാം പൂർണ്ണ പിന്തുണ കൊടുക്കുകയും ചിരിച്ചും കൈയടിച്ചും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പ്രണീത് മോറിന് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തന്നെ ഡീആക്ടിവേറ്റ് ആക്കേണ്ടി വന്നു. പക്ഷേ ഇതേ പ്രണീത് മോറിന്റെ പരിപാടിയിൽ പങ്കെടുത്ത മറ്റൊരു യുവതിയുടെ വെളിപ്പെടുത്തൽ അടുത്ത സോഷ്യൽ മീഡിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ. और फिर लास्ट में जो भी है रिप्रोडक्टिव ऑर्गन्स। तू पक्का डॉक्टर है या कसाई है? और ऐसे कोई जोक को भी मारते तभी एकदम सीरियस रहते सब लोग। जोक को भी मारते क्या आगे इसके दिमाग में कुछ नहीं है? Whatever जो भी साइज वगैरह जो क्या साला तुम लोग ये सब बातें करते हो? സെജൽ പവാർ എന്ന ഈ പെൺകുട്ടി മുംബൈയിലെ KEM ആശുപത്രിയിലെ ഡോക്ടറാണ് എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിരുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഡോക്ടർമാർ ഗൗരവത്തിലായിരിക്കോ അതോ തമാശയൊക്കെ പറയാറുണ്ടോ എന്ന് പ്രണീത് ചോദിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടത്തിനിടെ താനും സഹപ്രവർത്തകരും പുരുഷന്മാരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ തമാശ പറയുമെന്നും അവരുടെ സ്വകാര്യ ഭാഗത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് പറഞ്ഞ് ചിരിക്കുമെന്നുമായിരുന്നു സെജലിന്റെ മറുപടി. പതിവുപോലെ പ്രണീത് അതിനെ ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതിലെവിടെയാണ് തമാശ? ഇതിൽ എന്ത് കേട്ടിട്ടാണ് ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യേണ്ടത്? ഇത് അശ്ലീലമാണ്, മൃതശരീരത്തെ അപമാനിക്കലാണ്, ക്രൂരതയാണ്. അതിനപ്പുറം മറ്റൊന്നുമല്ല. ഒരു ഹെസിറ്റേഷനും ഇല്ല. അത് എത്ര ധൈര്യത്തിലാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ക്യാഷ്വലായി ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരം അവയവദാനത്തിനായി ഉറ്റവർ നൽകുന്നത് ഇങ്ങനെ അപമാനിക്കാനല്ല, ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത പ്രസ്താവനയാണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വനിതാ ഡോക്ടർക്ക് പകരം ഒരു പുരുഷനാണ് അല്ലെങ്കിൽ ഒരു മെയിൽ ഡോക്ടറാണ് ഈ സ്ത്രീ ശരീരത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിലോ എന്തായിരിക്കും സമൂഹത്തിന്റെ പ്രതികരണം? ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണോ സെജൽ പവാറിനെ സമൂഹം വെറുതെ വിട്ടത്? ഇതിൽ എവിടെയാണ് നീതി, എവിടെയാണ് ഈക്വാലിറ്റി? പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വെവ്വേറെ നീതിയാണോ നമ്മുടെ സമൂഹത്തിൽ? ഹിമാൻഷുവിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച തെറ്റിദ്ധരുത്തലിൽ നിന്ന് സെജൽ പവാർ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പക്ഷപാതമല്ലേ? സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോൾ സെജൽ മാപ്പ് പറയുകയും അന്ന് അങ്ങനെ പറഞ്ഞതിനെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല, അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു, ഞാൻ ഉദ്ദേശിച്ചതുപോലെ അല്ല പുറത്തു വന്നപ്പോൾ ആയിപ്പോയത് എന്ന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെ പ്രൊഫൈലിൽ നിന്ന് ആശുപത്രിയുടെ പേര് മാറ്റി. മാപ്പ് പറഞ്ഞത് അഭിനന്ദനാർഹമാണെങ്കിലും ഇതുപോലുള്ള പ്രസ്താവനകൾ അനുവദിക്കാനാവില്ല.